കഴിഞ്ഞ വർഷം 35,000 ലിറ്റർ വാഷാണ് അവിടെ പിടിച്ചെടുത്തത്. 39,500 ലിറ്റർ വാഷ് കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തത് ഈ അട്ടപ്പാടിയിൽ നിന്നും. 39,500 ലിറ്റർ വാഷ് വരുമ്പോൾ എത്ര മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ തമിഴ്നാട് മേഖലയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ ഈ പറയുന്ന ഇനി നമ്മുടെ ഈ ചുരത്തിനിപ്പുറം നിന്നും ഈ സാധനം കയറി വരികയും അത് 3 ഇരട്ടിയിൽ ഇവരിലേക്ക് ഇത് വിൽക്കുകയും ചെയ്യുന്നു. ഇവർ വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പോലെ മണ്ണിൽ പണിയെടുത്ത് പൊന്നും വിള ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം അത് വിറ്റ് കിട്ടുന്ന അതിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ ഇവർ 3 ഇരട്ടി മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ്. ആദിവാസി കുടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല കേസുകളിലും പറയുന്ന പോലെ ഇപ്പം നമ്മളതിനെ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം കൂടുതൽ ആളുകൾ ഈ ലഹരിയിലേക്ക് എത്തപ്പെടും. തരത്തിലുള്ളൊരു ഇതാണ് പ്രിവിലേജ് മുതലെടുത്ത് ലഹരിയിലേക്ക് പോയി ലഹരി ഉപയോഗങ്ങൾ നടത്തി തങ്ങൾക്ക് ആ പ്രിവിലേജ് ഉണ്ടാവും എന്നുള്ളത്. ഇയാളുടെ കണ്ണിലുണ്ടായിരുന്ന പരിക്ക് ഡോക്ടർ പറയുന്നത് പിന്നെ തലയിടിച്ച് വീണപ്പോഴുണ്ടായതെന്നാണ്, മർദ്ദിച്ചുണ്ടായിട്ടുള്ള പരിക്കല്ല, സൈഡിലെ പരിക്ക്. അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്.